ഹലോ, ലിസൺ ഹിയർ. നിങ്ങളുടെ ധനത്തെ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ധനം ഷെയർ മാർക്കറ്റ് വഴി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ നഷ്ടം സംഭവിച്ചത് എന്നറിയാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അറിയാതിരുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരാം. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നു എന്നാൽ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളോ രാഷ്ട്രീയ വിഷയങ്ങളോ കമ്പനികളുടെ പ്രത്യേക കാരണങ്ങളോ ഓഹരിയുടെ വിലയ്ക്ക് മാറ്റവും നഷ്ടവും ഒക്കെ വരുത്തുന്നുണ്ട്. നിക്ഷേപിക്കുന്ന കമ്പനികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും നിക്ഷേപിക്കുന്ന രീതിയും നമുക്ക് നഷ്ടം സംഭവിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ, ഷെയർ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ളൊരു ഭയം, ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി നിൽക്കുമ്പോൾ നമുക്ക് ധനം നഷ്ടം സംഭവിക്കാൻ സാധ്യതയും വരുന്നുണ്ട്. ഇനി ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിലുള്ള തട്ടിപ്പുകളും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രോക്കറേജ് ഫീസ്, ടാക്സ്, അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നിവയൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആഗോള പ്രതിസന്ധി, ഇൻട്രസ്റ്റ് നിരക്കിലെ മാറ്റങ്ങൾ, മാർക്കറ്റിൻ്റെ ടെൻഡൻസി എന്നിവയൊക്കെ കുറിച്ച് നമ്മൾ നിരന്തരം സ്റ്റഡി ചെയ്ത് അതിലൂടെ ത്രൂ ഔട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളിന് ലാഭമുണ്ടാക്കാൻ സാധിക്കൂ. ആകുമ്പോൾ ഷെയർ വാങ്ങണമെന്നും അപ്പാകുമ്പോൾ വിൽക്കണമെന്നും നമുക്ക് അറിവുണ്ട്. പക്ഷെ അത് എങ്ങനെ, ഏത് സമയത്ത് ചെയ്യണമെന്നുള്ള ഇവിടെയാണ് നാം നിക്ഷേപിക്കുന്ന കമ്പനിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള അറിവും, ഗ്യാരണ്ടി ആയിട്ടുള്ള NAV കിട്ടുന്നുണ്ടോ, ലൈഫ് കവറിങ് കിട്ടുന്നുണ്ടോ, ഇതിനോടൊപ്പം റെഗുലർ വിഡ്രോവലോ ടാക്സേഷനോ ഒക്കെ കിട്ടുന്നുണ്ടോ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട. ഷെയറിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ അതൊരു പ്ലാനിലൂടെ, ആ പ്ലാനിനകത്ത് വരുന്ന ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ ഫണ്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ. ICICI പ്രോ ലൈഫിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പ്ലാനിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സേവിങ്സും പ്രൊട്ടക്ഷനും ഒരുപോലെ വന്നിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാനാണ് ഇത്. നമുക്ക് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രിഫർ ചെയ്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഈ പ്ലാന് കേൾക്കുമ്പോൾ. ഇതിൽ ലൈഫ് കവർ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്ക് സപ്പോർട്ടാവും. മാത്രമല്ല ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഇതിനകത്ത് പറഞ്ഞു. ICICI പ്രൂവിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്ലാൻ പോലെയാണ്. കസ്റ്റമർക്ക് എത്രത്തോളം ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ബെനിഫിറ്റ് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഒരു പ്ലാനാണ് ICICI പ്രൂവിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പ്ലാൻ. ആ പ്ലാനിലേക്കാണ് നമ്മുടെ ഈ ഫണ്ടും കൂടി ആഡ് ചെയ്യപ്പെടുന്നത്. ഈ പ്ലാനിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്ലാൻ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലാനിൽ ലൈഫ് കവർ കൊടുക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യലി സെക്യൂർഡ് ആകുക, ഫാമിലിയെ സെക്യൂർഡ് ആക്കുക എന്നുള്ളതാണ് ഈ പ്ലാനിൻ്റെ ഒരു പ്രത്യേകത. അതായത് അഷ്വേർഡ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ടീവായി, ഫിനാൻഷ്യലി സപ്പോർട്ടീവായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഈ പ്ലാനിൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ചാർജസ് എന്ന് പറയുന്നത് ഇയർ 1 to 7 5% മാത്രമേ ചാർജ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇയർ 8 to 9 വന്നിട്ട് 2% ആണ്. 10 ഇയറിൽ 1% ആണ്. thereafter 0 ആണ് വരുന്നത്. അപ്പോൾ അന്നേരം ഇവിടെ നമുക്ക് ചാർജസിൻ്റെ കാര്യത്തിലും വളരെയധികം കുറവാണ് ഉണ്ടാകുക. പ്രീമിയം പേയ്മെൻറ്റ് ടേം എന്ന് പറയുന്ന 5 വർഷം, 7 വർഷം, 10 years ആൻഡ് above. യു മേ റിസീവ് ടാക്സ് ഫ്രീ മെച്യൂരിറ്റി എമൗണ്ട് അണ്ടർ സെക്ഷൻ 10(10D) ആൻഡ് ടാക്സ് റിബേറ്റ് ഓൺ പ്രീമിയം പെയ്ഡ് അണ്ടർ സെക്ഷൻ 80C. ഇത് വെച്ചിട്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റും വരുന്നു. അൺലിമിറ്റഡ് ഫ്രീ സ്വിച്ചസ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഈ പ്ലാനിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്വിച്ച് ബിറ്റ്വീൻ ദ ഫണ്ട്സ് ആസ് മെനി ടൈംസ് ഓഫ് ഫിക്സഡ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 rupees ആണ്. അപ്പോൾ ഈ NAV 10 rupeesന് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമാണ്. അതും കൂടി ഓർമ്മിക്കുക. ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ December 1 വരെയാണ് ഈ പറയുന്നത്. ന്യൂ ഫണ്ടിനെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു. നല്ലൊരു തീരുമാനമെടുക്കുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്.